തിരുവനന്തപുരം വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? അല്പം ഗുണ്ടായിസമൊക്കെ കാണിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ് ശശിയുടെ ശൈലി. കാട്ടുപന്നിയെ വെടിവെച്ച് കൊന്ന കേസും മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതും ഉൾപ്പെടെ നിരവധി ആക്ഷേപങ്ങൾ ഇയാൾക്കെതിരെ മുൻപ് ഉയർന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ശശിക്കെതിരെ പുതിയൊരു പരാതി കൂടി. വെള്ളനാട് വെളിയന്നൂർ സ്വദേശി പ്രശാന്താണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സ്വന്തം വീടിന് ചുറ്റും സംരക്ഷണ മതിൽ കെട്ടുന്നതിന് പ്രശാന്തിനോട് ശശി പണം ആവശ്യപ്പെട്ടു. പണം നൽകാത്തതിൻ്റെ പേരിൽ യുവാവിനെ അസഭ്യം പറഞ്ഞെന്നും മർദ്ദിച്ചെന്നുമാണ് പരാതി. ഫോട്ടോ എടുക്കണല്ല, നിങ്ങൾ ഈ ആവശ്യമില്ല പൊളിക്കുമെന്ന് പിന്നെ ഫോട്ടോ എടുക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഉണ്ടായിച്ചാൽ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ എന്തിനാ ഉണ്ടായിച്ചാണ് കാണിക്കുന്നത്? എന്നാ നിങ്ങൾ അതും പൊളിക്കി, അത് പൊളിക്കും. നിങ്ങൾ പൊളിക്കാണ് അത് പൊളിച്ചിട്ട് പൊളിക്കണം. വിളിക്കാൻ ഇത്രയും നേരം ഞാൻ മാന്യമായി സംസാരിച്ചു, നിങ്ങൾ ചുമ്മാ ഇരിക്കുമോ? പിന്നെ വെള്ളനാട് വെളിയന്നൂർ സ്വദേശിയായ പ്രശാന്ത് പുതിയ വീട് നിർമ്മാണത്തിന്റെ ഭാഗമായി വസ്തുവിന് ചുറ്റും സംരക്ഷണ മതിൽ കെട്ടിവരികയായിരുന്നു. ഇതിനിടെ പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശി മർദ്ദിച്ചെന്നാണ് പരാതി. മതിൽ കെട്ടാൻ തുടങ്ങിയപ്പോൾ മുതൽ ശശി പ്രശ്നം ഉണ്ടാക്കാറുണ്ടായിരുന്നു അത്രേ. ഇതിനിടയിൽ സ്ഥലത്തെത്തി മതിൽ കെട്ടണമെങ്കിൽ പണം വേണമെന്നും പറഞ്ഞു. പണം കൊടുക്കാതിരുന്നപ്പോൾ പ്രകോപിതനായി തെറിവിളിച്ചു, ഭീഷണിപ്പെടുത്തി. ഇതൊന്നും പോരാഞ്ഞ് പ്രശാന്തിന്റെ മേൽ കൈവച്ചു. പിന്നീട് കൈപിടിച്ച് തിരിച്ചു എന്നാണ് പരാതി. ശശിയാണ്, ഞാൻ മാന്യമായി നമ്മൾ സംസാരിച്ചു പറയാനല്ല. നിങ്ങൾ കൈകാര്യം പിടിച്ച് എന്തായാലും ശശിയണ്ണ കപ്പന ഒരു കാറിൽ വന്നിട്ട് കെട്ടാൻ പറ്റില്ല, എന്തെന്ന് ദുരിതാശ്വാസം കൊടുത്തിട്ടില്ല, ദുരിതാശ്വാസം കൊണ്ട് കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞു സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞ അവിടെ ഈ മതിലാണ് കെട്ടുന്നത്. അപ്പോൾ അത് പുറമ്പോക്കാണ്. ഞാൻ പറഞ്ഞു പുറമ്പോക്കൊന്നും ഇല്ലാണ്, താലൂക്കിൽ നാളെ വന്ന് നടന്നിട്ട് പോയ സ്ഥലമാണ്. ഇനി എന്തിനാണെന്ന് അതിപ്പോൾ നീ കെട്ടില്ല, ഓടിക്കൊണ്ട് ചവിട്ടി മതിലിടിക്കാൻ പോയി. ഞാൻ ടപ്പനെ മതിലിടിക്കരുത്, ഞാൻ ഇപ്പോൾ കിട്ടിയതേ ഉള്ളൂ, ഇടിക്കല്ലേ എന്ന് പറഞ്ഞിടയ്ക്ക് കയ്യെ ഒറ്റ അടിയടിച്ചു. അങ്ങനെ എനിക്ക് ഒരു ആക്സിഡൻറ്റ് കിടക്കുകയായിരുന്നു. 3 മാസം കൊണ്ട് ഞാൻ ബെഡ് റെസ്റ്റിലായിരുന്നു. വാരിയിൽ എണ്ണം പൊട്ടി, ഈ ഷോൾഡറിൽ പൊട്ടലാണ്, കൈയിൽ പൊട്ടി, എല്ലാം പൊട്ടലായിരുന്നു. ഈ അത് ശശിമാരെ വലിച്ചടിക്കുന്നു. ഈ ഷോക്ക് കൊണ്ട് ഇപ്പോൾ ഈ പൊട്ടലുകളെല്ലാം വീണ്ടും വലിഞ്ഞു. അങ്ങനെ എനിക്ക് നിവൃത്തിയൊന്നുമില്ല. ഞാൻ അത്രയ്ക്ക് 3 മാസം കിടക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ഞാൻ ആ രീതിയിൽ ജീവിക്കുന്നതാണ്. പക്ഷേ എന്നിട്ട് കുറേ അസഭ്യവാക്കെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇഷ്ടംമാതിരി തള്ളയ്ക്കാൻ വിളിച്ചത്. മതിൽ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളെയും ആക്രമിച്ചതായി പ്രശാന്ത് പറയുന്നു. സംഭവത്തിൽ വെള്ളനാട് ശശിക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. ജനപ്രതിനിധികൾ ജനത്തിന് സ്വൈര്യതയും സമാധാനവും അവർക്ക് ധൈര്യം കൊടുക്കേണ്ട ജനപ്രതിനിധികൾ കെട്ടിട നിർമ്മാണ ചട്ടം പാലിച്ചില്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് നടപടിയെടുക്കണം. അതിന് പകരം പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഒരു ഡ്രൈവറെയും താൽക്കാലിക ഡ്രൈവറെയും വിളിച്ചു. ഞാൻ അറിഞ്ഞ ഡ്രൈവർ മദ്യപിച്ചിരുന്നതാണ്. ഒരു ഡ്രൈവറെയും കൊണ്ടുപോയി ആ വസ്തുവിൻ്റെ മതിലിടിക്കുക, വസ്തു ഉടമയെ അടിക്കുക, തൊഴിലാളിയെ കൈകാര്യം ചെയ്യുക, ഇതെന്ത് ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തിയാണ്? ഇയാളെ ഈ സ്ഥാനത്ത് കൊണ്ടിരുത്തിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്, CPM. ആ പ്രസ്ഥാനം സത്യത്തിൽ നിയന്ത്രിക്കാനും നിലയ്ക്ക് നിർത്താനുമുള്ള ആർജവമില്ലാത്തത് കൊണ്ടാണ് ഇയാൾ ഇത്തരം തെമ്മാടിത്തനമായി ഇത്തരം ഗുണ്ടായുസവുമായി പോകുന്നത്. അതേസമയം ആരോപണം തള്ളുകയാണ് ശശി. പുറമ്പോക്കിലെ നിർമ്മാണം തടയുകയായിരുന്നു എന്നാണ് ശശിയുടെ ന്യായീകരണം. പ്രശാന്തിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആര്യനാട് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. എന്തിനാ ഉണ്ടായിച്ചാണ് കാണിക്കുന്നത്? എന്നാ നിങ്ങൾ അതും പൊളിക്കി, അത് പൊളിക്കും. നിങ്ങൾ പൊളിക്കാണ് അത് പൊളിച്ചിട്ട് പൊളിക്കണം. വിളിക്കാൻ ഇത്രയും നേരം ഞാൻ മാന്യമായി സംസാരിച്ചു, നിങ്ങൾ ചുമ്മാ ഇരിക്കുമോ? പിന്നെ എന്നാ നിങ്ങൾ അത് പൊളിച്ചിട്ട് പൊളിക്കോളൂ. അതെന്തിനാ ഏർപ്പാട്? ചീത്ത വിളിക്കണം, സൂക്ഷിച്ച് വിളിക്കണം. ചീത്ത വിളിക്കണം, സൂക്ഷിച്ച് വിളിക്കണം. ചീത്ത വിളിക്കണം. എന്താ നിങ്ങൾ ചീത്ത വിളിക്കാൻ എന്താണ് ചീത്ത വിളിക്കാൻ? പണിക്കാരെ നീ ആര്? കൂടുതൽ വാർത്തകൾക്ക് News18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.